ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് ടൈം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളതിന് മുൻപ് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഫസ്റ്റ് 2 ചാപ്റ്ററായ നിങ്ങളുടെ പനിനീർ പൂവ് അതുപോലെ തന്നെ താളുകൾക്കിടയിൽ മയിൽപ്പീലി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അമ്മ ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അത് എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. തിങ്കളാഴ്ച നല്ല ദിവസം. വൃദ്ധയായ അമ്മയെ ശരണാലയത്തിലേക്ക് അയക്കുന്ന മകനെയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിൽ കാണാൻ കഴിയുന്നത്. ആധുനിക കാലം വൃദ്ധരെയും അവശരെയും അവഗണിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്രസ്താവനയും തിരക്കഥയും പരിഗണിച്ച് വാർദ്ധക്യവും സമൂഹത്തിന്റെ മനോഭാവവും എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പ്രഭാഷണം നോക്കാം. പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ സ്നേഹവും പരിചരണവും ഏറ്റവും അധികം വേണ്ട കാലഘട്ടമാണ് വാർദ്ധക്യം. എന്നാൽ പ്രായമായവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? വൃദ്ധജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയുടെയും അരക്ഷിതാവസ്ഥയുടെയും നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നുണ്ട്. ഇതിൽ നിന്നും വൃദ്ധരോടുള്ള നമ്മുടെ മനോഭാവം ഏറെക്കുറെ വ്യക്തമാണ്. തങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചിലവഴിച്ചവരാണ് മിക്ക വൃദ്ധജനങ്ങളും. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ചെലവഴിച്ച വീട്ടിൽ നിന്നും വൃദ്ധമന്ദിരത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് പി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥാഭാഗത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. തനിക്ക് ഓഹരിയായി കിട്ടിയ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി അമ്മയെ ശരണാലയത്തിലാക്കുകയും ഇളയ മകൻ മൂത്ത മകനാകട്ടെ ഒന്നിലും ഇടപെടാതെ നിസ്സഹായനും നിസ്സംഗനുമായി നിൽക്കുകയാണ്. ഈ അമ്മയെ പോലുള്ള പ്രായമായവരെ സംരക്ഷിക്കേണ്ടതിനു പകരം ഒരു ബാധ്യതയായി കരുതി ഒഴിവാക്കാനാണ് മക്കളും സമൂഹവും ശ്രമിക്കുന്നത്. എന്തു കാരണത്തിന്റെ പേരിലായാലും പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല. പ്രായമായവർക്ക് യാതൊരു പരിഗണനയും നൽകാതെ അവരെ ഒരു ശല്യമായി കരുതാൻ ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വൃദ്ധരെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രായമായവരുടെ ജീവിത പരിചയവും അനുഭവജ്ഞാനവും ഒരു മുതൽക്കൂട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായി മാറാനാണ് നാം ശ്രമിക്കേണ്ടത്. വൃദ്ധരായവർക്ക് ഏറ്റവും അധികം പരിഗണന നൽകുന്നവരായി നമ്മുടെ സമൂഹം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ലഘു പ്രഭാഷണം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കുട്ടിക്കാലത്തെ മനസ്സിൽ പതിഞ്ഞ അനുഭവങ്ങൾ പിൽക്കാല ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട്. കരിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ഈ പ്രസ്താവന വിലയിരുത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ജീവിതത്തിലുടനീളം സ്വാധീനം ചെലുത്താൻ ശക്തമാണ് കുട്ടിക്കാലത്തുണ്ടാകുന്ന പല അനുഭവങ്ങളും. ഇതിനുദാഹരണമാണ് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന കഥകളി നടന്റെ ജീവിതം. കുട്ടിക്കാലത്ത് കളിവിളക്കിനു മുമ്പിൽ പലപ്പോഴും ഉറങ്ങിപ്പോകാറുണ്ടെങ്കിലും അന്ന് കണ്ട ചില വേഷങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ആത്മകഥാഭാഗമായ കളിവിളക്കിൻ തിരുനാളത്തിലുണ്ട് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ ഓർമ്മയായി നിന്നൊരു വേഷമാണ് കോപ്പൻ നായരുടെ തോരണ യുദ്ധത്തിലെ ഹനുമാൻ വേഷം. നിലവിളക്കിന്റെ മങ്ങിയ പ്രകാശത്തിൽ അണിയറയിലിരുന്ന് ഹനുമാൻ വേഷത്തെ കൂട്ടുകാരുമൊത്ത് ഒളിഞ്ഞു നോക്കിയതും ആ വേഷം പെട്ടെന്ന് എഴുന്നേറ്റ് നിലത്ത് പലവട്ടം ആനച്ചവിട്ടുന്നതും കണ്ട് ഓടി പൊട്ടക്കുണ്ടിൽ വീണതുമായ ഓർമ്മ എക്കാലവും അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിന്നിരുന്നു. അരങ്ങിലാവട്ടെ രാക്ഷസ വേഷക്കാരെ ഉങ്ങിൻ കൊമ്പ് കൊണ്ട് മർദ്ദിക്കുന്ന ഈ ഹനുമാൻ കുറച്ചൊന്നുമല്ല രാമൻകുട്ടി നായരിൽ മതിപ്പുളവാക്കിയത്. അതിലൊരു ഉങ്ങിൻകായ് തെറിച്ച് തന്റെ മുഖത്ത് വീണ് വേദനിച്ചതുപോലും മധുരമുള്ളൊരു ഓർമ്മയായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഹനുമാൻ വേഷം പരോക്ഷമായെങ്കിലും പിൽക്കാലത്ത് തനിക്ക് പ്രചോദനമായിട്ടുണ്ടാകാം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ കുട്ടിക്കാല അനുഭവങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാടി വീട്ടാത്ത കടങ്ങൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ജാതിഭേദം മതഭേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. യേശുദാസിന്റെ ജീവിതവും വരികളുടെ ആശയവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ പാടിക്കൊണ്ട് ചലച്ചിത്രഗാന ലോകത്തിലേക്ക് കടന്ന യേശുദാസ് ഈ വരികളുടെ പൊരുൾ ജീവിത ദർശനമാക്കി.
ജാതിഭേദങ്ങളില്ലാതെ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചു. സംഗീതമായിരുന്നു അദ്ദേഹത്തിനെല്ലാം. സംഗീതത്തിലൂടെ ജനമനസ്സുകളെ ഒന്നിപ്പിച്ച ഗായകൻ കല, ജാതി, മതചിന്തകൾക്ക് അതീതമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തിഗാനങ്ങൾ ആലപിക്കുമ്പോൾ അദ്ദേഹം ആ ഗാനത്തിന്റെ ആത്മാവറിഞ്ഞാണ് പാടുന്നത്. ജാതിമത ചിന്തകൾ കൂടാതെ അദ്ദേഹത്തിന് എല്ലാ ദേവാലയങ്ങളിലും പോയി എല്ലാ മതങ്ങളുടെയും പാട്ടുകൾ പാടി. അങ്ങനെ സംഗീതത്തിന് ജാതിമത ഭേദങ്ങളില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും ചില മനസ്സുകളിലെങ്കിലും ഇത്തരം ചിന്തകളുടെ കെടാത്ത കനലുകൾ ഇന്നുമുണ്ട്. ഇതിന് തെളിവാണ് ദുരഭിമാന കൊലകളുടെയും കലാപങ്ങളുടെയും വാർത്തകൾ. അവർക്ക് മുന്നിൽ മാതൃകയാണ് യേശുദാസിന്റെ ജീവിതം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ ചാപ്റ്ററിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ആരുടെയും ശുപാർശയില്ലാതെ സംഗീത ലോകത്ത് യേശുദാസ് നടത്തിയ സ്ഥാനം യഥാർത്ഥമായ കഴിവുകൊണ്ട് മാത്രമാണെന്ന് മുകളിൽ തന്നിരിക്കുന്ന വരികളിൽ തെളിയിക്കുന്നുണ്ടോ? വിശകലനം ചെയ്യുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആരുടെയും ശുപാർശയില്ലാതെയാണ് യേശുദാസ് ചലച്ചിത്രഗാന രംഗത്ത് കഴിവ് തെളിയിച്ചത്. സ്വതസിദ്ധമായ കഴിവും ലക്ഷ്യബോധവും അതിനുവേണ്ടി ഏതു കഷ്ടപ്പാടും സഹിക്കാനുള്ള മനോധൈര്യവും ഉള്ളതുകൊണ്ടാണ് യേശുദാസ് എന്ന അനുഗ്രഹീത കലാകാരനെ ലോകം അറിഞ്ഞത്. സിനിമാ ലോകവുമായുള്ള അപ്പച്ചന്റെ ബന്ധം കൊണ്ടല്ല, സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് സംഗീത ലോകത്ത് അദ്ദേഹത്തിന് നിലയുറപ്പിക്കാൻ കഴിഞ്ഞത്. കാരണം മറ്റൊരാളുടെ സ്വാധീനം കൊണ്ടല്ല, ജന്മസിദ്ധമായ കഴിവുകൊണ്ട് മാത്രമേ ഇത്രയധികം വർഷങ്ങൾ സംഗീത രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത സ്ഥാനം നിലനിർത്താനാവൂ എന്ന് യേശുദാസിന്റെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. തീർച്ചയായും